ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളത്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും അനാമികേനെയാണ്. അങ്ങനെ നമ്മുടെ അനാമികയോട് നയന പറയുകയാണ്, ഇതുവരെ കേസൊന്നും കൊടുക്കാത്ത പല കള്ളത്തരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ കേസിന് പോകുവാണെങ്കിൽ തെളിയും. അറിയാലോ നിനക്ക്, എൻ്റെ അമ്മായിയമ്മ നിനക്ക് ഒരു 100 പവൻ സ്വർണം തന്നിരുന്നു. അതിലൊരു നെക്ലേസ് കാണാതെ പോയി. അതടക്കം പിന്നെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുത്ത കാര്യവും നിനക്കറിയാലോ. അതാരാ കൊടുത്തത്, അത് എന്തിനാ കൊടുത്തത്, അതാർക്കാ കൊടുത്തത് എന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതൊക്കെ അന്വേഷണത്തിന്റെ പരിധി വരും. ദേ, ഞാനേ പറഞ്ഞു വന്നത് നിന്റെ അച്ഛനെയും അമ്മയും പറ്റിയാ, അല്ലാതെ കേസിനെ കുറിച്ചല്ല. എന്താടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പം? രണ്ടാൾക്കും കുഴപ്പം മാത്രമേ ഉള്ളൂ. 3 പെൺകുട്ടികളാ. അവർക്ക് 3 മാന്യമായിട്ട് കെട്ടിച്ചു വിടാൻ 2 അറ്റാക്ക് വന്ന് നിന്റെ അച്ഛനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം 2 ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ, ദേ, പിന്നെ നീ നിന്റെ ചേച്ചിയും വന്നത് എങ്ങനെയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നാട്ടില് പാട്ടാണല്ലോ. എന്നിട്ട് തീർന്നില്ല. എന്നിട്ട് ഒരുത്തി കൂടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനാ നിന്റെ അച്ഛനും അമ്മയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദു എന്ന് പറയുന്ന ആ മൊട്ടച്ചിയെ. അവളെ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പേ അനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക. അതൊന്നും നീ അറിയുന്നില്ലായിരിക്കും. അതോ അറിയാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുന്നതാണോ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടടി അവളും അവനും ചുറ്റി കറങ്ങുന്നത്. അതിന്റെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതാ. എന്നിട്ടും നിന്റെ അച്ഛനും അമ്മയും അവളെ അഴിച്ചു വിടണമെങ്കിൽ അവര് അത്രയ്ക്ക് തരം താഴ്ന്നവരാണെന്നല്ലേ? അല്ലെങ്കിൽ നിന്റെ അനിയത്തിയെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയേനെ. പെൺമക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവരെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാടി നിന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നത്. ദേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും നീയൊക്കെ ഗോവിന്ദന്റെ മകളൊക്കെ തന്നെയാണോ? മിക്കവാറും ഉറപ്പ് കാണത്തില്ല നിന്റെ അച്ഛന്. നിന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ നിന്റെയൊക്കെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന്. പറഞ്ഞു തീർന്നില്ല, കിട്ടിയില്ല ഒരെണ്ണം. ചെകിട്ട് നോക്കി തന്നെ ഒരെണ്ണം കിട്ടി കേട്ടോ അനാമിക. സത്യം പറഞ്ഞ പൊന്നീച്ച പറന്ന് കാണും അനാമികയുടെ. പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അനാമിക പറഞ്ഞത്. എന്നിട്ട് അനാമിക ചോദിച്ചു, നീ എന്നെ തല്ലിയല്ലേടി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ നയനെ അങ്ങ് പിടിച്ചങ്ങ് തിരിച്ചിട്ട് പറഞ്ഞു, ദേ, നീയേ ആളായിട്ടില്ല എന്നെ തല്ലാനോ എന്നെ ഉപദേശിക്കാനോ. ലോകത്താരെ പറഞ്ഞാലും ഞാൻ സഹിക്കും. എൻ്റെ അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പിനെയൊക്കെ പറഞ്ഞോടല്ലോ, അത് ഞാൻ സഹിക്കില്ലടി. സഹിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നോ. അപ്പൊ അനാമിക പറഞ്ഞു, ദേ, ഇത് ഞാൻ വെറുതെ വിടില്ലടി. നീ എന്നെ തല്ലിയല്ലേ? ഞാനും അങ്ങനെ തന്നെയാ. നിന്നോട് ഞാൻ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, അനിയെ ഓർത്തിട്ട്, അനിയുടെ ജീവിതം ഓർത്തിട്ട്. പക്ഷേ ഇനിയേ അങ്ങ് കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം മറന്ന് നീ എൻ്റെ വീട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ നയനെ ആരാണെന്നേ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അകത്തേക്ക് കയറി പോയിട്ടോ. നയനയുടെ ഈ ഒരു മുഖം ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ അനാമിക. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ ഒന്ന് അന്താളിച്ചു പോയി അനാമിക. പകച്ചു പോയി എന്ന് വേണം പറയാൻ. അതുപോലെ ഒരു അടിയും കൂടെയാണ് കിട്ടിയത്. ഈ സമയം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയന വീണ്ടും തിരിച്ചു വരികയാണ്. സോറി, നവ്യേനെ നയനയാട്ടോ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നവ്യയുടെ അടുത്ത് നയന ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ദേ, അവള് നമ്മുടെ അച്ഛനെ അമ്മേനെയൊക്കെ പറഞ്ഞില്ലേ, ആ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. നീ അവള് കർണത്ത് മാത്രം കൊടുത്താൽ പോരാ, നന്ദുവിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയും വേണം. എന്നിട്ട് അനിയായിട്ടുണ്ടല്ലോ സംസാരിക്കാൻ പറയണം. അവളുടെ മുമ്പിൽ വെച്ച് തന്നെ അവര് ഇഴുകിച്ചേരി സംസാരിക്കുന്നത് കാണണം. ദേ, ഇതിനൊക്കെ പകരത്തിന് പകരമാ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മാറി നിൽക്കുകയല്ല നയനെ ചെയ്യേണ്ടത്. ദേ, ഇനി അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും ഞാൻ. അനിയെ കാണാനും സംസാരിക്കാനും അനിയോട് മിണ്ടാനും ഒക്കെ പറഞ്ഞു വിടും. അതൊക്കെ കണ്ടിട്ട് അവൾ ഓരോ ദിവസവും ഉരുകണം. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, ഹേയ് വേണ്ട ചേച്ചി, അതിന്റെ കാര്യമൊന്നുമില്ല. അറിയാലോ, എൻ്റെ അമ്മായിയമ്മയും അതുപോലെ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആഗ്രഹിക്കുന്നത് അനിയും നയനയല്ലാട്ടോ, സോറി, അനിയും അനാമികയും കൂടെ ഒന്നിക്കാൻ വേണ്ടിയാ. അതിനിടയിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാലേ അത് ശരിയാവില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചിയോട്. ഇനി ഒരു പക്ഷേ അനിയും നന്ദുവും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ. അത് ശരിയായ കാര്യമാണോ? ഒരിക്കലും ശരിയായ കാര്യമല്ല. അത് ഏതെങ്കിലും ഭാര്യമാര് സഹിക്കുന്ന കാര്യമാണോ? അതൊരിക്കലും അത് ശരിയാവില്ല ചേച്ചി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അത് കൂട്ടി യോജിപ്പിക്കാനല്ല നോക്കേണ്ടത്, അത് മാറ്റി നിർത്താനാണ് നോക്കേണ്ടത്. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ അനാമികയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാക്കണം.
എന്തൊക്കെ പറഞ്ഞാലും അനാമിക ഒരു പഠിച്ച കള്ളിയാ. പക്ഷെ ആ വീട്ടിലുള്ളവർക്ക് അനാമികയോടും അനിയോടും ഒരു ആത്മാർത്ഥ സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരെ ഒന്നിപ്പിക്കാൻ നോക്കുക. അപ്പൊ പിന്നെ നമ്മളായിട്ട് അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ലേ ചേച്ചി? അതല്ല നയനെ ഈ പറഞ്ഞത്, അവളെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കൊടുത്തതിന്റെ ബാക്കി ഞാൻ കൊടുത്തേനെ. അടി കൊണ്ട അവളുമായിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോട്ടെ, പരാതി പറയട്ടെ, അവരടുത്ത പണി ചെയ്യട്ടെ. അവള് വഴി തെറ്റിച്ച അച്ഛനും അമ്മയും എന്തു പറയുന്ന നമുക്കറിയാലോ. ശരിക്കും നമ്മുടെ അച്ഛനും അമ്മയല്ല, അവളുടെ അച്ഛനും അമ്മയെ വൃത്തികെട്ട മനസ്സുമായിട്ട് ജീവിക്കുന്നത്. അത് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ ഈ പരുവത്തിലാക്കിയത് അവളുടെ അച്ഛനും അമ്മയും തന്നെയാ. അതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും നമ്മൾ പറയേണ്ടതാണ്. അത് അവള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അത് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെയാ അവള് നിന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞത്. അത് നീ പറയുന്നതിന് മുമ്പ് തന്നെ, ഒരു സ്റ്റെപ്പ് മുമ്പ് അത് നിന്നോട് പറഞ്ഞെന്ന് മാത്രം അങ്ങനെ കരുതിയാൽ മതി. നമ്മൾ പറയുന്നതിന് മുമ്പ് ഇതൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു പറയുമായിരുന്നല്ലോ. പക്ഷെ നമ്മൾ അടങ്ങി നിൽക്കരുത് നയനെ. അടങ്ങി നിന്ന് കഴിഞ്ഞാൽ അവൾ വീണ്ടും വീണ്ടും നമ്മുടെ തലയിൽ കയറി നിരങ്ങും. അതുപോലെ ഇതുപോലെയൊക്കെ പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു കടിഞ്ഞാണ് അവളിൽ ഇടുന്നത് നല്ലതാ എന്നൊക്കെ പറയാം. ഈ സമയത്ത് നമ്മുടെ അനാമികയെ കാണിക്കാണ് കേട്ടോ. അനാമിക ആണെങ്കിൽ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഒരു ഫോൺ കോൾ വരുന്നത്. കർണക്കുറ്റിക്ക് ഒരെണ്ണം കിട്ടിയില്ലോ. അപ്പം ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മറ്റൊരു പിശാചാണല്ലോ വിളിക്കുന്നത്. എന്തിനായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുക. നവ്യാട്ടോ വിളിച്ചത്. അപ്പോഴത്തേക്കും നവ്യ ചോദിച്ചു, എന്താടി നിനക്ക് വീണ്ടും അഹങ്കാരം തുടങ്ങിയോ? ഇപ്പൊ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? നാളെയേ ഒരാൾ അങ്ങോട്ടേക്ക് വരും, നന്ദു. ഇത് കേട്ടത് ഒന്ന് ഞെട്ടി കേട്ടോ. ആര്? നമ്മുടെ അനാമിക. എന്നിട്ട് നമ്മുടെ നവ്യ പറഞ്ഞു, പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പേ അങ്ങോട്ടുള്ള വരവാ. ആ സമയത്തെ കാമാന്നൊരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. നീയൊക്കെ പറയുന്നത് എന്താ? ഞാൻ അനുസരിക്കണോ? അതൊന്നും എനിക്ക് പറ്റില്ല. അനുസരിക്കണം. പാലിൽ വിഷം കലർത്തി അമ്മായിയെ കൊല്ലാൻ ശ്രമിച്ചവള് ഇതൊക്കെ അനുസരിക്കണം. പാലിൽ വിഷം കലർത്തിയത് വല്യമ്മയെ കൊല്ലാനല്ല, ഞാൻ പറഞ്ഞല്ലോ, നിന്നെ കൊല്ലാനാ. ആ, അതെനിക്കറിയാം എന്നെ കൊല്ലാനാണെന്ന്. പക്ഷേ എന്നാല് അത് അമ്മായിയല്ലേ കുടിച്ചത്. ആ സത്യം ഞങ്ങൾ മൂടി വെച്ചുകൊണ്ട് നടക്കുക. അത് നിനക്കറിയാലോ. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷെ അത് മൂടി വെച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ മാന്യതയാ. പിന്നെ നീയും ആ മാന്യത തിരിച്ച് കാണിച്ചിരിക്കണം. അതുകൊണ്ടാ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. മാന്യമായിട്ട് നാളെ വരുമ്പം നന്ദുവിനോട് സംസാരിക്കണം, പെരുമാറണം. അത് പറയാനാ ഞാൻ വിളിച്ചത്. അല്ലെങ്കിൽ നാളത്തോടെ തെളിവ് സഹിതം നിന്നെ പൊളിച്ചടക്കാൻ വേണ്ടി എനിക്കറിയാം. അനന്തപുരി തറവാട്ടിലെ നിന്റെ വാസം ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ നവ്യ. ഏതായാലും ആകെപ്പാടെ ഞെട്ടി വിറച്ചിരിക്കുകയാണ് അനാമിക. ഇനിയിപ്പം നമ്മുടെ നവ്യ പറയുന്ന പോലെ ചെയ്തില്ല എങ്കിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും നവ്യ. അതുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനാമിക നേരെ അനാമികയുടെ വീട്ടിൽ ചെന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഉപദേശമൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെ നമ്മുടെ വേണു പറയുക, മോളുടെ കരണത്ത് അവൾ അടിച്ചപ്പം ദേ നീ തിരിച്ചു തല്ലാൻ ശ്രമിച്ചതേ അബദ്ധമായി പോയി. അതാ എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, നേരത്തെ അവളുടെ ചേച്ചിയും നിന്റെ കരണത്ത് അടിച്ചായിരുന്നല്ലോ. അതിന് കാരണം ഉണ്ടല്ലോ. ഇവളുടെ കരണത്ത് അടിക്കണം എന്നുണ്ടെങ്കിൽ മോളും നീയും കൂടി ചേർന്ന ദേവയാനി കുടിച്ച പാലില് വിഷം കലർത്തിയത്. ആ, അത് ശരിയാ മോളെ വേണുവേട്ടൻ പറയുന്നത്. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അത് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? ഞാൻ എന്താ വേണ്ടത്? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തി അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരുമ്പോ ഞാൻ അവളെ സ്വീകരിക്കണോ? അവള് വരുമ്പോ കമോൺ എന്നൊരു അക്ഷരം ഇണ്ടാതെ ഞാൻ മാറി നിൽക്കണോ? അത് പിന്നെ തൽക്കാലം മോളൊന്ന് അങ്ങനെയൊക്കെ ചെയ്തു നോക്ക്. എന്താ അമ്മ ഈ പറയുന്നത്? അതെ, നീ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവൾമാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവൾമാര് ഉറപ്പായിട്ടും സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നീ മാത്രമല്ല, ഞാനും നിന്റെ അച്ഛനും ഒക്കെ തൂങ്ങും. ഈ ഒരു ഒറ്റ സംഭവം വെച്ച് അവൾമാർ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വേണു പറഞ്ഞു, എന്റെ മോളെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നത് വരെ എന്റെ മോളൊന്ന് അതൊക്കെ സഹിക്കുക. അതൊക്കെ ഒന്ന് സഹിച്ചു നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ഒന്നും വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വരും. അങ്ങനെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ? അല്ല, അതിന് മോളെ കൊണ്ട് പറ്റുവോ ഒന്നും വേണ്ടാതെ കൈവീശി വരാന്? അപ്പൊ രേവതി പറഞ്ഞു, മോളും അനിയും തമ്മിൽ ഒത്തുപോകത്തില്ലെന്ന് മോളെ പോലെ തന്നെ എനിക്കറിയാം. പിന്നെ മോളോട് അവിടെ പിടിച്ചു നിൽക്കാൻ പറയുന്നതേ നമ്മുടെ പ്രാരാബ്ദങ്ങളും കടങ്ങളും ഒക്കെ മാറണ്ടേ. എന്നിട്ട് പിന്നെ ചെറിയൊരു കാരണം ഉണ്ടാകുമ്പം നീ ഇങ്ങനെ ഓടി ഓടി പോന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി പോകുന്നൊന്നുമല്ല, നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഉണ്ടായ ചെറിയൊരു കാര്യമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരിക്കലും ഇത് ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും നിന്റെ അച്ഛന് 2 തവണയാ തല്ലുകൊണ്ട് കിടന്നത്. അതിന്റെ പുറകിൽ നന്ദുവും അവരുടെ കൂട്ടുകാരുമാണെന്ന് നിനക്കറിയാലോ. എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതുവരെ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനി പറ്റത്തുമില്ല. അതുപോലെ നമ്മൾ പെട്ടിരിക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഏതായാലും പെട്ടു. ഇനി മോള് തഞ്ചത്തിൽ നിൽക്കണം. പിന്നെ പാലില് വിഷം കലർത്തിയത് ആരെങ്കിലും അറിഞ്ഞാലേ, ഓ,
വയ്യ, അഴി എണ്ണേണ്ടി വരും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നാളെ അവളോട് നല്ലോട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്താൽ എന്റെ അമ്മായിമ്മ പോലും എന്നെ സംശയിക്കില്ലേ? അല്ല മോളെ, അവിടെ വേറൊരു ഗുണമുണ്ട്. മോൾ അങ്ങനെ ചെയ്യുമ്പോൾ മോള് മാറിയതാണെന്ന് ദേ അനിയുടെ വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കരുതിക്കോളും. അങ്ങനെ കരുതി കഴിഞ്ഞാല് ദേ മോളോട് അവർക്കൊക്കെ സ്നേഹം കൂടാനുള്ള കാരണമാകും. അപ്പൊ വേണു പറഞ്ഞു, അത് ശരിയാ. ദേ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കാനായിട്ട് രണ്ടുപേരും ഇങ്ങനെ ബുദ്ധി ഉപദേശിച്ച് തരണ്ട. അതായത് ഞാൻ അവൾമാരോട് സഹകരിക്കണം എന്നാണ് ഇപ്പൊ നിങ്ങൾ രണ്ടാളും പറയുന്നത്. തല താഴ്ത്തി നിൽക്കണമെന്ന്. മോളെ, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് സഹകരിച്ചല്ലേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് കൂടി ഇല്ലാതാകും. നമ്മള് നക്കാപ്പിച്ച പൈസയ്ക്ക് വിലയില്ലാത്തവരാന്ന് അറിയും. ദേ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. നമുക്ക് കുറച്ചു നാളെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ട് മോള് ഞങ്ങൾ പറയുന്ന കേക്ക്. ശരി, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. കാല് പിടിക്കെങ്കിൽ പിടിച്ചേ പറ്റുമെങ്കിൽ കാല് പിടിക്കാം, സഹകരിച്ചേ പറ്റുമെങ്കിൽ സഹകരിക്കാം. അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അനാമിക നിൽക്കുകയാണ്. അപ്പം ഇനി അനാമിക അങ്ങോട്ടേക്ക് ഒന്ന് സ്നേഹത്തോടെ പെരുമാറാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്ദുവിനെ കാത്തു നിൽക്കുന്ന നയനിയുടെ അടുത്തേക്ക് അനാമിക വരികയാണ്. അങ്ങനെ അനാമിക വന്നിട്ട് ഏടത്തി എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് നയന തിരിഞ്ഞു നോക്കിയിട്ട്, നീ എന്താ വിളിച്ചത്? മനസ്സിലായില്ല എനിക്ക്. അത് പിന്നെ ഞാൻ ഏടത്തിന്നാ വിളിച്ചത്. അതിന്ന് മുതലടി ഞാൻ നിനക്ക് ഏടത്തിയായത്? മനസ്സിലാവുന്നില്ല. ഇതുവരെ എടി, അവൾ, പൊടി എന്നൊക്കെ ആയിരുന്നല്ലോ വിളിച്ചിരുന്നത്. അത് പിന്നെ നവ്യേടത്തി എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് നാളെ നന്ദു വരും എന്ന് പറഞ്ഞിരുന്നു. അനി ഇവിടെ ഉള്ളത് കൊണ്ട് നന്ദു വരുന്നത് പരമാവധി ഞാൻ തടയാറൊക്കെയുണ്ട്. എന്നാൽ അവള് ഇങ്ങോട്ടേക്ക് വരണമെന്ന് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെയാ നീയും എൻ്റെ അച്ഛനെയും അമ്മയും ആക്ഷേപിച്ച് സംസാരിച്ചത്. അതിന് നീ പ്രായശ്ചിത്തം ചെയ്യാന്നാണോ പറഞ്ഞത്? അതെ, ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയെങ്കിലേ നന്ദു നാളെ വരുമ്പം നീ ആയിരിക്കണം നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത്. അതിന് നിനക്ക് സമ്മതമാണോ? എന്താ, പറ്റില്ലേ? അപ്പോഴത്തേക്കും അത് പിന്നെ ഞാന് അങ്ങനെ ചെയ്തേ പറ്റൂ. അല്ല, പ്രായശ്ചിത്തം ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. എൻ്റെ അനിയത്തി ഉടനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും. അതിനു മുമ്പ് ഒരു നേരമെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കണം. അതിനു വേണ്ടിയാ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ദേ ഇവിടെ വെച്ചാ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാ നീ പറഞ്ഞത്. അതുപോലെ തന്നെ നന്ദു ഇവിടെ വരുന്നത് നിനക്കും ഇഷ്ടമല്ലല്ലോ. അങ്ങനെ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇവിടെ സംഭവിക്കണം. അത്രയ്ക്ക് അഹങ്കാരമാ നിനക്ക്. ആ അഹങ്കാരത്തിന് ഞാൻ കടിഞ്ഞൂന്നിടും. അത് പിന്നെ അതിന് എന്റെ കരണത്ത് അടിച്ചതല്ലേ. കരണത്തടിച്ചെങ്കിലേ അതിന്റെ വേദന പെട്ടെന്നങ്ങ് പോകും. എന്നാൽ നീ പറഞ്ഞ വാക്കുകൾ ഏൽപ്പിച്ച ആഘാതമേ അത് ഒരിക്കലും പോവില്ല. അത് മനസ്സിൽ തന്നെ കിടക്കും. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ്. എന്റെ അനിയത്തി നാളെ വരുമ്പം അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയോ നിന്റെ അമ്മായിയമ്മയ്ക്കും അപ്പച്ചിക്കും ചേർന്ന് എന്റെ അനിയത്തി ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് നീ ചെയ്തതൊക്കെ ഞാനും അങ്ങ് വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നിന്റെ നാവ് കൊണ്ട് നിനക്ക് എന്തും പറയാമെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞൂടെ? എന്റെ നാവ് കൊണ്ട് സത്യമല്ലേ ഞാൻ പറയുന്നത്. അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്ത് വേണമെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. എന്തായാലും ശരി, നാളെ എന്റെ അനിയത്തി ഈ വീട്ടിൽ വന്നിരിക്കും. നീ ഭക്ഷണം വിളമ്പി കൊടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞൊന്ന് മാറ്റി പറയാം കേട്ടോ. നമ്മുടെ നയന നന്ദുവിനെ നോക്കി നിൽക്കല്ലായിരുന്നു, അവിടെ വെറുതെ ഫോണൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പോഴാട്ടോ നമ്മുടെ അനാമിക വന്നതും ഇത്രയൊക്കെ പറഞ്ഞതുവേ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനി നമ്മുടെ നന്ദുവിനെ വിളിക്കാണ്. നന്ദുവിനെ വിളിച്ചിട്ട്, അല്ല ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നന്ദുവിനോട്. അപ്പം നന്ദു പറഞ്ഞു, വിളിച്ചിരുന്നു, ചേച്ചി എന്നെ വിളിച്ചിരുന്നു. അതെ, ഒരു നേരത്തെ ആഹാരം നീ ഇവിടെ വന്ന് കഴിക്ക്. നിന്റെ ചേച്ചിയുടെ കൂടെ ഒരു നേരത്തെ ആഹാരം വന്ന് കഴിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആരും നിന്നെ ഒന്നും പറയാനും പോകുന്നില്ല. നിനക്ക് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഏടത്തി പറഞ്ഞതല്ലേ, അപ്പൊ നീ എന്തായാലും വന്നേ പറ്റൂ, വരണം എന്നിങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു, എന്നാ വിളിക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നത്. നവ്യ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ശരി ഞാൻ വെക്കുവാട്ടോ എന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നവ്യനെ കണ്ട ഉടനെ തന്നെ ഒന്ന് പരിങ്ങാണ് നമ്മുടെ നന്ദു. അപ്പൊ നവ്യക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. നവ്യ അപ്പൊ എന്ത് ചെയ്തു, പെട്ടെന്ന് ചോദിച്ചു, അല്ല ആരാ ഫോണിൽ വിളിച്ചത്, ആരാന്നാ ചോദിച്ചത്. അപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാ. അല്ല, വിളിച്ച ഫ്രണ്ടിന്റെ പേര് അനീന്നാണോ? അല്ല, അനീന്നൊന്നും അല്ല. നിന്റെ പതർച്ച കണ്ടിട്ടെ അതേന്നാ തോന്നുന്നത്. നിന്നെക്കാളും കുറച്ച് ഓണം കൂടുതലുണ്ട് ഉണ്ടതാടി ഞാൻ. എന്തിനാ മോളെ വെറുതെ എല്ലാവരെയും വെറുപ്പിക്കുന്നത്? അവൻ വിളിച്ചു കഴിഞ്ഞാലേ എടുക്കാതിരിക്കുക. ഇപ്പം കാര്യങ്ങളൊക്കെ തരക്കേടില്ലാതെ പൊക്കോണ്ടിരിക്കുക. നയനെ ആദർശേട്ടന്റെ അമ്മ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക.
ഇനിയിപ്പം അഭിയും കൂടെ മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ എന്തിനാ വെറുതെ അതിനിടയ്ക്ക് നിന്റെ അനിയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിനകത്ത് വഴക്കുണ്ടാകണത്? അത് നിനക്കല്ലേ ക്ഷീണം, അത് നിനക്കല്ലേ മോശം. ആദർശേട്ടന്റെ അമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടി ചേർന്ന, അത് നമുക്ക് അറിയാന്നുള്ളതാണ് നമ്മുടെ ബലം. അതുകൊണ്ടാ അവളൊരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുന്നത്. അറിയാലോ, കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മോള് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവൾ അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവളുടെ കള്ളക്കളി നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെയാണ്. അത് മോള് മനസ്സിലാക്കണം. എന്ന് വെച്ച് സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണ് തട്ടിയെടുക്കുന്നത് ആർക്കാണെങ്കിലും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളൊക്കെ വലിയൊരു ബുദ്ധിമോശം കാണിച്ചു. അതെന്താണെന്ന് അറിയാമോ നിനക്ക്? ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 മരുമക്കൾ അനന്തപുരി തറവാട്ടിൽ വേണ്ടാന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനും നയനും ഒക്കെ നീയും അനിയുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തത്. അന്ന് എല്ലാവരും തമ്മിൽ ഇങ്ങനെ ഒത്തുചേർന്ന് പോകുന്ന അറിയത്തുമില്ലായിരുന്നു. ഏതായാലും ഇപ്പൊ അതിനൊക്കെ വലിയ വില നൽകേണ്ടി വന്നിരിക്കുക. ഇനിയിപ്പൊ അനിയും അനാമികയും തമ്മിലുള്ള കല്യാണം നടന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് നീ ചെല്ലാത്തതാ നല്ലത്. അവരുടെ ഇടയ്ക്ക് നീ പോകാത്തതാ നല്ലത്. അത് പിന്നെ ഞാൻ പോകുന്നില്ല ചേച്ചി, അനിയ എന്നെ എപ്പോഴും വിളിക്കുന്നത്. ആണുങ്ങൾ അങ്ങനെയാണല്ലോ, ഫോണൊക്കെ വിളിക്കും. നമ്മൾ പെൺകുട്ടികൾ വേണം അതിനെ പറഞ്ഞു തിരുത്താനും വിലക്കാനും ഒക്കെ. അവർക്ക് നിയന്ത്രിക്കാൻ അറിയില്ല, പക്ഷെ നമ്മൾ നിയന്ത്രിക്കണം. നിന്റെ മുഖം കണ്ടിട്ട് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അനിയോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സ്നേഹം ഇനി വേണ്ട. എനിക്ക് മാത്രമല്ല, നയനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം. നിന്റെ മുഖം കാണുമ്പോൾ നിന്റെ മുഖം ഒന്ന് വാടിയാല്, നിന്റെ മുഖം ഒന്ന് മാറിയാല് അതിനെ എല്ലാവരും ഭയക്കുന്നത്. അത് പിന്നെ ചേച്ചിക്ക് അറിയാലോ, ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും ആരുടെയും പുറകെ നടക്കുക, ഒരു പയ്യന്മാരോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. ആൺകുട്ടികളോടാണ് ഞാൻ കൂട്ടുകൂടിയിട്ടുള്ളത്. പക്ഷെ ആരെയും ഞാൻ പരിധി വിട്ട് സ്നേഹിച്ചിട്ടില്ല. അതിനൊരു മാറ്റം സംഭവിച്ചത് അനിയെ കണ്ടതിന് ശേഷമാണ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അവനോട് എങ്ങനെ അടുത്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മനസ്സിൽ നിന്ന് വിട്ടുകളയാന് പെട്ടെന്ന് മാറ്റാന് എന്തോ എന്തോ അത് പറ്റുന്നില്ല ചേച്ചി. എങ്കിലും യാഥാർത്ഥ്യം അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവനും അനാമികയും തമ്മിൽ നല്ലൊരു ദാമ്പത്തിക ജീവിതം അല്ല നയിക്കുന്നത്. അവര് രണ്ടായിട്ടാ ഇപ്പോഴും കഴിയുന്നത്. അതൊക്കെ അവൻ എന്നോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്റെ മനസ്സൊന്ന് അലിഞ്ഞു പോകുന്നുണ്ട്. അതും അല്ല, അവന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ നന്നായിട്ട് വേറുറച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ നിരാശപ്പെടുത്താനും കഴിയാത്തൊരവസ്ഥയില. സത്യം പറയാലോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അവന് നല്ലൊരു മനുഷ്യനാ, നല്ലൊരാളാ. ഇതുപോലെ നല്ലൊരു ആളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാ എന്തോ എവിടെയോ ഒരു ചെറിയൊരു സ്നേഹം എനിക്ക് അവനോട് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അങ്ങ് പോയിട്ടോ. നവ്യ ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയാ, ഒരു ആൻസറും പറയാൻ പറ്റാത്ത രീതിയിലാണ് നവ്യ നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീനെയും നന്ദുവിനെയാണ് കേട്ടോ. അങ്ങനെ അനിയും നന്ദും എവിടെ ഒരു വഴിയിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടാണ്. അപ്പം അനിയുടെ കയ്യിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ നമ്മുടെ നന്ദുവിന് കൊടുത്തിട്ട് ഇതിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടിട്ട് വേണം നാളെ വീട്ടിൽ വരാൻ എന്നൊക്കെ പറയും. അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു, പക്ഷെ എന്റെ ചേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല, അത് ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ കാര്യം നീ എന്തിനാ നോക്കുന്നത്? അവളുടെ ഇഷ്ടത്തിനാ പെരുമാറുന്നത് നടക്കുന്നതും ഒക്കെ. പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടും രണ്ടായിട്ടാ ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് നീ അവളുടെ കാര്യം നോക്കുകയേ വേണ്ട. അവള് എന്തും ചെയ്യട്ടെ. പിന്നെ നാളെ നീ അങ്ങോട്ടേക്ക് വരുമ്പം അവള് നിന്റെ മെക്കിട്ട് കയറുകയാണെങ്കിൽ ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർ നോക്കിക്കോളും. അത് നീ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ അനിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.